ഹായ് മക്കളെ, എല്ലാവരും ടീച്ചർക്ക് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? വീടിനെ കുറിച്ച് പഠിച്ചു അല്ലേ? വീടിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ വീടിൻ്റെ പാട്ടുപാടി. പിന്നെയോ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് പറഞ്ഞേ. വീടിൻ്റെ പാട്ടുപാടി. പേപ്പർ ഉപയോഗിച്ച് വീടുണ്ടാക്കിയില്ലേ? പേപ്പർ ഉപയോഗിച്ച് വീടുണ്ടാക്കി. പിന്നെയോ പിന്നെ വീട് എന്നെഴുതിയില്ലേ? വീട്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ തന്നിരുന്നില്ലേ? അതൊന്ന് നോക്കിയാലോ? എന്തായിരുന്നു പ്രവർത്തനം? പേപ്പർ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുക. എന്തായിരുന്നു? പേപ്പർ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുക. ടീച്ചർ ഉണ്ടാക്കിയ വീട് കാണിച്ചു തരട്ടെ? നല്ല ഭംഗിയില്ലേ? അടുത്ത പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. വീട് എന്ന വാക്കിന് നിറം നൽകുക. വീട് എന്ന വാക്കിന് നിറം നൽകണം അല്ലേ? നിറം നൽകണം. എല്ലാവരും കളർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ കളർ ചെയ്ത് കാണിക്കട്ടെ. നല്ല ഭംഗിയില്ലേ? നിങ്ങൾ ചെയ്തത് ഇതിലും നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. വീട് എന്ന വാക്ക് മണൽ നിറച്ച് മനോഹരമാക്കാം അല്ലേ? ടീച്ചർ കണ്ടില്ലേ? നോക്കിയാ, വീട് എന്ന വാക്ക് മണൽ നിറച്ച് മനോഹരമാക്കിയത് കണ്ടില്ലേ? ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? വെരി ഗുഡ്. എല്ലാവരും നല്ല മക്കളാട്ടോ. സൂപ്പറായിട്ട് ചെയ്തിനേ. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് പലതരം വീടുകൾ പരിചയപ്പെട്ടാലോ? പലതരം വീട് ടീച്ചർ കാണിച്ചു തരട്ടെ? ഇത് ഏത് തരം വീടാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇത് ഏത് തരം വീടാ? മനസ്സിലായോ? ഏത് തരം വീടാ? ഓലമേഞ്ഞ വീടല്ലേ? ഏത് തരം വീടാ? ഓലമേഞ്ഞ വീട്. ഏത് തരം വീടാ? ഓലമേഞ്ഞ വീട്. എങ്ങനെയാ ഇതിൻ്റെ മേൽക്കൂര? ഒന്ന് നോക്കിക്കേ. ഓല. ഏത് തരാണ്? ഓലമേഞ്ഞ വീട്. ഏത് തരം വീടാ? ഓലമേഞ്ഞ വീട്. ഇനി മറ്റൊരു വീട് കാണിച്ചു തരാം. ഇത് ഏത് തരം വീടാ? എങ്ങനെയുള്ള വീടാ ഇത്? ഓടിട്ട വീടല്ലേ? ഏത് തരം വീടാ? ഓടിട്ട വീട്. കണ്ടില്ലേ? ഇതിൻ്റെ മേൽക്കൂര എങ്ങനെയുള്ളതാ? ഓടിട്ട വീട്. ഏത് തരം വീടാ? ഓടിട്ട വീട്. ഇനി മറ്റൊരു വീട് കണ്ടാലോ? ഇത് ഏത് തരം വീടാ?
എങ്ങനെയുള്ള വീടാ? ടെറസ് വീട്. ഏത് തരം വീടാ? എങ്ങനെയുള്ള മേൽക്കൂരയാണ്? ടെറസ് വീട്. എങ്ങനെയുള്ള വീടാ? ടെറസ് വീട്. നമ്മളിപ്പോൾ ഏതൊക്കെ വീടുകളാണ് പരിചയപ്പെട്ടത്? ഓലമേഞ്ഞ വീട്, വെരി ഗുഡ്. പിന്നെയോ ഓടിട്ട വീട്, വെരി ഗുഡ്. പിന്നെയോ ടെറസ് വീടല്ലേ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞല്ലോ, നല്ല മക്കളാട്ടോ. ഇനി നമുക്ക് ഒരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടാലോ? കൂട്ടുകാരി ടീച്ചർ കാണിക്കട്ടെ. കൂട്ടുകാരിയുടെ പേരെന്താണെന്നറിയാമോ? പേര് അമ്മു അല്ല. പിന്നെന്താ? ചിന്നു അല്ല. ടീച്ചർ പറയട്ടെ, പേര് പറയട്ടെ. താര. എന്താണ് പേര്? താര. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. താര. എന്താ കൂട്ടുകാരിയുടെ പേര്? താര. ഒന്നുകൂടെ പറഞ്ഞേ. താര. എന്താ പേര്? താര. താര എന്തു സുന്ദരിയല്ലേ? ചുവന്ന ഉടുപ്പ്, നീല വള, നല്ല ഭംഗിയിൽ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലേ? താര ഇഷ്ടമായോ എല്ലാവർക്കും? എന്താ കൂട്ടുകാരിയുടെ പേര്? താര. എന്താണ്? താര. കൂട്ടുകാരിയുടെ പേരെന്താ? താര. നമുക്ക് താരയെ ഇവിടെ വെക്കാം. കൂട്ടുകാരിയുടെ പേരെന്താണ്? താര. എന്താണ്? താര. താര. താരയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. കുഞ്ഞി ചിറകുള്ള, കുഞ്ഞിക്കൊക്കുള്ള ഒരു കൂട്ടുകാരി. ഇപ്പൊ പിടികിട്ടിയല്ലോ. ആരാണ്? ആ, കുഞ്ഞിക്കോഴി. ആരാണ്? കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴിയെ കാണണ്ടേ? കുഞ്ഞിക്കോഴി. 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 ഒന്നെല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. കുഞ്ഞിക്കോഴി. രണ്ട് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? താര. ഒന്ന് പറഞ്ഞേ. താര, കുഞ്ഞിക്കോഴി. താര, കുഞ്ഞിക്കോഴി. എല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. താര, താര, കുഞ്ഞിക്കോഴി. 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 നേരം വെളുത്തു. താര ഇതുവരെ വന്നില്ല. കുഞ്ഞിക്കോഴിക്ക് സങ്കടമായി. ആ, താര വന്നു. താര വന്നു. മെല്ലെ മെല്ലെ കൂടിനടുത്തേക്ക് പോയി. എന്നിട്ടോ താര കൂട് തുറന്നു. താര കൂട് തുറന്നു. താര കൂട് തുറന്നു. എന്നിട്ടോ കുഞ്ഞിക്കോഴി പുറത്ത് വന്നു. ഹായ്, കുഞ്ഞിക്കോഴി പുറത്ത് വന്നു. എന്നിട്ട് താര എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി പുറത്ത് വന്നിട്ട് താര എന്തു ചെയ്തു? താര അരി വിതറി. താര അരി വിതറി.
കുഞ്ഞിക്കോഴി അരി തിന്നു. കുഞ്ഞിക്കോഴി അരി തിന്നു. കുഞ്ഞിക്കോഴി അരി തിന്നു. ഇനി ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, ആരാ വന്നത്? ആരാ വന്നത്? ഒന്ന് പറഞ്ഞേ, ആരാ വന്നത്? താര വന്നു. താര വന്നു. താര വന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, താര വന്നു. എല്ലാവരും പറഞ്ഞേ, ഒരു പ്രാവശ്യം കൂടെ, താര വന്നു. താര വന്നു. പിന്നെയോ, താര വന്നിട്ട് എന്തു ചെയ്തു? താര വന്നിട്ട് എന്താ ചെയ്തത്? എന്താ ചെയ്തത്? കൂട് തുറന്നല്ലേ? താര വന്നിട്ട് കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. താര വന്നിട്ട് എന്തായിരുന്നു ചെയ്തത്? കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. താര വന്നു. താര വന്നിട്ട് എന്താ ചെയ്തത്? താര വന്നു, കൂട് തുറന്നു. കൂട് തുറന്നിട്ട് താര എന്താ ചെയ്തത്? താര അരി വിതറി. 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 അരി വിതറിയിട്ട് കുഞ്ഞിക്കോഴി എന്തു ചെയ്തു? കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി അരി തിന്നു. അരി തിന്നു. അരി തിന്നു. അരി തിന്നു. കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? അരി തിന്നു. അരി തിന്നു. താര വന്നു. താര വന്നു. താര വന്നു. എന്നിട്ടോ, കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് തുറന്നു. എന്നിട്ടോ, താര എന്താ ചെയ്തത്? താര അരി വിതറി. അരി വിതറി. എന്താ ചെയ്തേ താര? അരി വിതറി. അരി വിതറി. കുഞ്ഞിക്കോഴി എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴി എന്ത് ചെയ്തു? അരി തിന്നു. അരി തിന്നു. അരി തിന്നു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇതാരാണ്? താര. താര വന്നു. താര താര വന്നു. താര വന്നു.
താര വന്നിട്ടോ കൂട് തുറന്നു. കൂട് തുറന്നു. കൂട് കൂട് തുറന്നു. കൂട് തുറന്നു. അരി വിതറി. അരി വിതറി. അരി അരി. വിതറി. അരി വിതറി. അരി വിതറി. അരി വിതറി. കുഞ്ഞിക്കോഴി അരി തിന്നു. അരി തിന്നു. അരി തിന്നു. അരി തിന്നു. അരി അരി. തിന്നു. അരി തിന്നു. അരി തിന്നു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇതാരായിരുന്നു? താര. താര വന്നു. താര വന്നു. എന്നിട്ടോ എന്തായിരുന്നു ചെയ്തത്? കൂട് തുറന്നല്ലേ? കൂട് കൂട് തുറന്നു. കൂട് തുറന്നു. എന്നിട്ടോ താര എന്തു ചെയ്തു? അരി വിതറി. അരി വിതറി. എന്നിട്ട് കുഞ്ഞിക്കോഴി എന്താ ചെയ്തേ? അരി തിന്നല്ലേ? അരി തിന്നു. അരി തിന്നു. ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കണേ. താര വന്നു. താര വന്നു. കൂട് കൂട് തുറന്നു. കൂട് തുറന്നു. അരി അരി വിതറി. അരി വിതറി. എന്നിട്ടോ അരി തിന്നു. അരി തിന്നു. ടീച്ചർ ഒന്നുകൂടെ വായിക്കാട്ടോ, ഒരു പ്രാവശ്യം കൂടെ വായിക്കാം, ശ്രദ്ധിക്കണേ. താര താര വന്നു. താര വന്നു. കൂട് കൂട്
തുറന്നു. കൂട് തുറന്നു. അരി അരി വിതറി. വിതറി അരി വിതറി. അരി തിന്നു. അരി തിന്നു. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ? 2 കൂട്ടുകാരെ പരിചയപ്പെട്ടില്ലേ? ആരൊക്കെയായിരുന്നു? താര, കുഞ്ഞിക്കോഴി. താര, കുഞ്ഞിക്കോഴി 2 കൂട്ടുകാരെ പരിചയപ്പെട്ടില്ലേ? ആരൊക്കെയാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. താര, കുഞ്ഞിക്കോഴി. താര, കുഞ്ഞിക്കോഴി അല്ലേ? കുഞ്ഞിക്കോഴിയും താരയും എന്തൊക്കെയാ ചെയ്തത്? താര എന്തൊക്കെയാ ചെയ്തത്? താര വന്നിട്ട് എന്ത് ചെയ്തു? കൂട് തുറന്നു. എന്നിട്ടോ കുഞ്ഞിക്കോഴി പുറത്തു വന്നു. കുഞ്ഞിക്കോഴി എന്ത് ചെയ്തു? കുഞ്ഞിക്കോഴി അരി കൊത്തി കൊത്തി തിന്നു അല്ലേ? കുഞ്ഞിക്കോഴി അരി തിന്നു. പിന്നെയോ പലതരം വീടുകൾ പരിചയപ്പെട്ടില്ലേ? 3 തരം വീട്. ഇനി ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തരാം. എല്ലാവരും ചെയ്യണേ. ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. വ്യത്യസ്ത വീടുകളുടെ ചിത്രങ്ങൾ ശേഖരിക്കണം. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? വ്യത്യസ്ത തരം, അതായത് വിവിധ തരം, പലതരം വീടുകൾ ശേഖരിക്കുക. എന്നിട്ട് അതിൻ്റെ ചിത്രം ഒട്ടിക്കണം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാലോ? ചിത്രവായന നടത്തണം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, കുഞ്ഞിക്കോഴിയെ വരച്ച് നിറം നൽകണം. കുഞ്ഞിക്കോഴിയെ വരച്ച് നിറം നൽകണം. നല്ല നിറം നൽകി ഭംഗിയാക്കണേ. കുട്ടികളോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനത്തിനും രക്ഷിതാക്കൾ കൂടെ ഉണ്ടാകുമല്ലോ. പദങ്ങളും ലഘുവാക്യങ്ങളും പഠിപ്പിക്കുമ്പോൾ പദങ്ങളോടൊപ്പം ലഘുവാക്യങ്ങളോടൊപ്പം ചിത്രം ഉൾപ്പെടുത്തി ഒട്ടിച്ചു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുക. ബൈ.